മുരാരി ബാബു അല്ല സ്രാവ്. അതിന് മുകളിൽ ഒരു സ്രാവ് കൂടി ഉണ്ടാകാനായിട്ടുള്ള ഒരു സാധ്യതയുണ്ട്. അപ്പോൾ നമുക്ക് ഒരു കിങ് ഫിഷ് ആണ് എന്ന് വേണമെങ്കിൽ പറയാം മുരാരി ബാബുവിനെ. അതിനപ്പുറത്തേക്ക് സ്രാവിലേക്കും തിമിംഗലത്തിലേക്കും ഒക്കെ എത്തേണ്ടതുണ്ട്. യഥാർത്ഥ അമ്പലം വിഴുങ്ങി ആരാണ് എന്ന ചോദ്യത്തിന്റെ ഉത്തരത്തിലേക്കായിരിക്കും മുരാരി ബാബു. കാരണം എന്തായാലും കുടുങ്ങി. മുരാരി ബാബുവിന്റെ ഒരു പശ്ചാത്തലം വെച്ച് നോക്കിയാൽ, മുരാരി ബാബുവിന്റെ ഒരു മോഡസ് ഓപ്പറാൻഡി വെച്ച് നോക്കിക്കഴിഞ്ഞാൽ, ഞാൻ കുടുങ്ങിയാൽ നിന്നെയും കൊടുക്കും, അതാണ് മുരാരി ബാബുവിന്റെ സ്റ്റാൻഡ് എന്നുള്ളത്. അദ്ദേഹം അംഗമായിരുന്ന, അല്ലെങ്കിൽ അദ്ദേഹം ഭാരവാഹിയായിരുന്ന, അദ്ദേഹം ഒരു സമുദായ സംഘടന എന്നാണ് താങ്കൾ പറഞ്ഞത്. അത് ഞാൻ വ്യക്തമായി തന്നെ പറയുകയാണ്. NSSന്റെ പെരുന്നകരയോഗത്തിന്റെ വൈസ് പ്രസിഡന്റ് ആയിരുന്നു മുരാരി ബാബു. അതിൽ നിന്ന് അദ്ദേഹത്തോട് സ്ഥാനം ഒഴിയണമെന്ന് അധികൃതർ ആവശ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് സ്ഥാനം ഒഴിയാൻ കഴിഞ്ഞ ദിവസം അദ്ദേഹം തയ്യാറായത്. അപ്പോൾ അങ്ങനെ സമുദായ സംഘടനയുടെ ഒരു മേലങ്കി അണിഞ്ഞുകൊണ്ട് സമുദായ സംഘടനയുടെ അധികൃതരെ, ഞാൻ മനസ്സിലാക്കുന്ന അനുസരിച്ച് ജി സുകുമാരൻ നായരെ അടക്കം തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ ഒരു വിശ്വസ്തനായി മേനി നടിച്ചുകൊണ്ട് സ്ഥാനമാനങ്ങൾ നേടിയെടുക്കാൻ മുരാരി ബാബു ശ്രമിച്ചിട്ടുണ്ട് എന്നതുകൂടി ഈ അവസരത്തിൽ നമ്മൾ ചർച്ചയ്ക്ക് വിഷയമാക്കേണ്ടതാണ്. ഇപ്പോൾ ജി സുകുമാരൻ നായർ സർക്കാരുമായി അടുത്തു നിൽക്കുകയാണ്. ആഗോള അയ്യപ്പ സംഗമത്തിലടക്കം ജി സുകുമാരൻ നായരുടെ പോസിറ്റീവായിട്ടുള്ള ഒരു സ്റ്റാൻഡ് നമ്മൾ കണ്ടതാണ്. ശബരിമലയിൽ സർക്കാർ നിലപാട് മാറ്റുമ്പോൾ അതിനനുസരിച്ച് NSSന്റെ നിലപാട് മാറ്റുന്നു എന്ന് അദ്ദേഹം പറയുകയും ചെയ്തതാണ്. അപ്പോഴൊക്കെ മുരാരി ബാബു അവിടെ പെരുന്ന കരയോഗത്തിന്റെ വൈസ് പ്രസിഡന്റായി ഇരിക്കുന്നുണ്ട് എന്നതുകൂടി നമ്മൾ ഓർക്കേണ്ടിയിരിക്കുന്നു.